ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ബോട്ടിലൊക്കെ ആദ്യം തന്നെ കഴുകി ക്ലീനാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫുള്ളൊന്ന് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പർ ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. ഇനി ഈ മണ്ണ് ഞാൻ ബോട്ടിലേക്ക് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ മണ്ണ് വെച്ചിട്ടുള്ള ബോട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഇതുപോലെ ബോട്ടിൽ ഫുള്ളൊന്ന് ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ ഇതുപോലെ മണ്ണ് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടും. നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ നേരിട്ട് മണ്ണ് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കില്ല. കാരണം അത് ചില ഭാഗമൊക്കെ ഇങ്ങനെ അടർന്നടർന്ന് പോകുന്ന പോലെ നമുക്ക് തോന്നും. നമുക്ക് ആ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് മണ്ണൊക്കെ ഒട്ടിച്ചിട്ട്. അതിന് ശേഷം ഞാൻ ഇതുപോലെ മുറ്റത്തെ ചെടിയുടെ ഒരു 4 ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡ്രൈ ആയിട്ടുള്ളതല്ല, പച്ച ഇല തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ഇല വെച്ചിട്ടും ചെയ്തെടുക്കാം. അത് ഞാൻ ഇതുപോലെ പശ വെച്ചിട്ട് ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ചെരിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഒരു സൈഡിൽ ഒരു 2 ഇല വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ബോട്ടിൽ ചെറുതാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു സൈഡ് ഏകദേശം ഒന്ന് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ 2 ഇല ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ബോട്ടിലിൻ്റെ അപ്പുറത്തെ സൈഡിലും ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബോട്ടിലിൻ്റെ 2 സൈഡിലും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതുപോലെ കുറച്ച് തരിതരിയായിട്ടുള്ള ചെറിയ കല്ലുകൾ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ബോട്ടിൽ അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുവാണ്. അപ്പം ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നില്ല, ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് 4 സൈഡിലും. അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് ബോർഡിൽ ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ റെഡ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ബോർഡിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ കൂടുതലും ബ്ലാക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ തവണ ഒന്ന് മാറ്റി റെഡ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ ഇപ്പോൾ തന്നെ. അങ്ങനെ ഞാൻ ബോർഡിൽ ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോർഡിൽ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കൈ ബ്ലൂ കളർ വെച്ചിട്ട് ബോട്ടിലൊന്ന് ഫുള്ളൊന്ന് ഹൈലൈറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. സ്പോഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡാർക്ക് കളറിൻ്റെ മുകളിൽ നമ്മൾ ലൈറ്റായിട്ടുള്ള കളർ വെച്ചിട്ട് വേണം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ഞാൻ സ്കൈ ബ്ലൂ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് മെറ്റാലിക് ഗോൾഡ് വെച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒട്ടിച്ച് കൊടുത്ത ഇലയൊക്കെ ഒന്നും കൂടി ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇലയിലൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇലയ്ക്ക് നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തപ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.